യുവനടൻ നിവിൻ പോളിക്കെതിരെ ഉൾപ്പെടെ പീഡനക്കേസ് പുറത്തുവന്നിരിക്കുന്നു. നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ സമയം പ്രേക്ഷകർക്ക് മുൻപാകെ നൽകാനുള്ളത്. എസ് രാഗിൻ വിവരങ്ങളുമായുണ്ട്. രാഗിൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖം തന്നെ ഓർത്തുപോവുകയാണ്. നമ്മൾ ഈ കാണുന്ന താരാപഥം അത് അത്രമേൽ നിഗൂഢമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ പുതിയ കേസുകൾ, പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ ഈ ഉപ്പ് പോലും ചിലപ്പോൾ പഞ്ചസാരയുടെ രൂപത്തിൽ കാണപ്പെടുന്നു. നമ്മൾ കാണുന്ന താരങ്ങൾക്കൊന്നും നക്ഷത്ര ശോഭയല്ല ഉള്ളതെന്നുള്ളതാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. സമാനമായി തന്നെയാണ് ഉയർന്നു വരുന്ന പരാതികൾ. തീർച്ചയായും ആ റിപ്പോർട്ടിന്റെ ആദ്യത്തെ 3 വരികളിൽ അതിൽ എന്താണ് ഉള്ളത് എന്നതിന്റെ ആ രൂപം അതിൽ തന്നെയുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു കുട്ടപ്പൊരിച്ചിലായിരുന്നു. ഒട്ടനവധി പരാതികൾ പുറത്തേക്ക് വന്നു. സിദ്ദിഖിനെതിരെയുള്ള പരാതി വന്നു, രഞ്ജിത്തിനെതിരെയുള്ള പരാതി വന്നു. അതിനുശേഷം ജയസൂര്യ, മുകേഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ പരാതി വരികയും അതിന് പിന്നാലെ SIT രൂപീകരിക്കുകയും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിന്റെ അനുരണനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിഷയം അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കേസ്. അതിൽ ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളായി വരുന്നുണ്ട് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിൽ ഈ കഴിഞ്ഞ 2023 നവംബർ മാസത്തിൽ വിദേശത്ത് വെച്ച് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് യുവതിയുടെ പരാതി. നേര്യമംഗലം സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് പരാതിയുമായി എത്തിയത്. അവർ ആദ്യം SITയെ സമീപിച്ചു. അതിനുശേഷം ആ പരാതി ഫോർവേഡ് ചെയ്ത് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. ഈ FIRൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇനി ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണം, മറ്റ് തുടർ നടപടികളിലേക്ക് പോകണമെന്നതാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും പീഡനം ഉൾപ്പെടെ, റേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ യുവതി മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോയതാണെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പോലീസുമായി സംസാരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. എന്തായാലും ഈ സംഭവം നടന്നിരിക്കുന്നത് വിദേശത്ത് വെച്ചാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇരുൾ നീങ്ങി മറ നീക്കി പുറത്തേക്ക് വരികയാണ്.